വിനോദസഞ്ചാരം പോലെ തന്നെ കുളുവിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയ സംഭാവന നൽകുന്ന ഒന്നാണ് ഹോർട്ടിക്കൾച്ചർ. പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലമാണ് ഹിമാചൽ എന്നതായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. ആപ്പിൾ ആയിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി. ഏതാണ്ട് 18,524 ഹെക്ടർ സ്ഥലത്ത് ഇവിടെ ആപ്പിൾ കൃഷി ചെയ്യുന്നു. 80,000 മുതൽ 90,000 വരെ മെട്രിക് ടൺ ആപ്പിളാണ് പ്രതിവർഷ ഉൽപാദനം. പ്ലം, പീച്ച്, ആപ്രിക്കോട്ട്, കിവി, മാതളം തുടങ്ങിയവയെല്ലാം കൂടി ഏതാണ്ട് 3065 ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഇവയുടെ പ്രതിവർഷ ഉൽപാദനം 20,000 മെട്രിക് ടൺ വരും. അതേസമയം ആഗോളതാപനം മൂലമുള്ള പ്രശ്നങ്ങൾ ഈ ശീതകാല ഫലവർഗ്ഗങ്ങളുടെ കൃഷിയെ ബാധിക്കുന്നുണ്ട്. അതിനെ തരണം ചെയ്യാൻ കഴിയുന്നു എന്നതിനാൽ മികച്ച രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് മാതളനാരക കൃഷിയാണ്. ബജൌറ, ഭൂന്തർ മേഖലയിലാണ് മാതളനാരകം വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ഞാനിപ്പോൾ കുളുവിൽ ഒരു മാതള നാരങ്ങ തോട്ടത്തിലാണുള്ളത്. ഇതിങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ് മാതള നാരങ്ങ തോട്ടം. ഞാൻ ഒരെണ്ണം പറിച്ചു, കഴിച്ചു. ഇത് രണ്ടാമത് കഴിക്കാൻ പോവാണ്. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മാതള നാരങ്ങ ഇതുവരെ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. ഖണ്ഡാരി, ഭാഗ്വ ഇനങ്ങളിൽപ്പെട്ട മാതള നാരകങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നതിലേറെയും. കിലോയ്ക്ക് 70 മുതൽ 140 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുക. 1 ഏക്കർ കൃഷിയിടത്തിൽ നിന്ന് പ്രതിവർഷം 7 ലക്ഷം രൂപയുടെ വരെ വിളവ് ലഭിക്കും. ചെറിയ പരിചരണം നൽകിയാൽ പോലും മറ്റു വിളകളേക്കാൾ 2 ലക്ഷം രൂപ വരെ അധിക വരുമാനം നൽകാൻ മാതളനാരകത്തിന് കഴിയും. പലയിടത്തും മാതളനാരക കൃഷിക്കായി ഗ്രാമീണർ ഭൂമി പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. കമ്പിളി വസ്ത്രങ്ങളുടെ നെയ്ത്തും ഇവിടുത്തെ പ്രാദേശിക ജനവിഭാഗത്തിന്റെ ജീവിതമാർഗമാണ്. യാത്രക്കിടയിൽ പലയിടത്തും കാണുന്ന ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ കമ്പിളി വസ്ത്ര നിർമ്മാണത്തിനായി ഈ ജനത വളർത്തുന്നവയാണ്. ഭൂന്തറിലെ ബുദ്ധവിഹാരത്തിലേക്കുള്ള യാത്രക്കിടയിലും അത്തരത്തിൽ ചെമ്മരിയാടിൻ കൂട്ടത്തെ മേച്ചു നടക്കുന്ന ജനങ്ങളെ കാണാനായി. പുരാതനങ്ങളായ ക്ഷേത്രങ്ങളുടെയും പഹാഡി ശൈലിയിലുള്ള നിർമ്മിതികളുടെയും ടിബറ്റൻ ബുദ്ധവിഹാരങ്ങളുടെയും കേദാരമായിരുന്നു ഒരു കാലത്ത് കുളു. അവയിലൊന്നാണ് ഭൂന്തറിൽ സ്ഥിതി ചെയ്യുന്ന ഡെക്കൻ ചോയ്ഖോർ മഹാവീര ബുദ്ധവിഹാരം. ചൈനീസ് അധിനിവേശ കാലത്ത് ഇവിടുത്തെ ബുദ്ധവിഹാരങ്ങളിൽ പലതും നശിപ്പിക്കപ്പെടുകയും പിൽക്കാലത്ത് പുനർനിർമ്മിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ പുനർനിർമ്മിക്കപ്പെട്ട ബുദ്ധവിഹാരങ്ങളിലൊന്നാണ് ഡെക്കൻ ചോയ്ഖോർ മഹാവീര. 16-ാം നൂറ്റാണ്ടിലായിരുന്നു ഇത് ആദ്യം നിർമ്മിക്കപ്പെട്ടതെന്നാണ് കരുതുന്നത്. ഇപ്പോഴത്തെ ബുദ്ധവിഹാരം 2000-ലാണ് നിർമ്മാണം തുടങ്ങിയത്. 9 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കി. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചിത്രകല തന്നെയാണ് ഈ വിഹാരത്തിന്റെയും പ്രധാന ആകർഷണം. നാല് വശത്തെയും മേൽക്കൂരകളിൽ വ്യാളിമുഖങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ചില ഭാഗങ്ങളുടെ നിർമ്മാണം ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. കുളു മണാലിയുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ബുദ്ധവിഹാരം.
കുളുവിൽ നടന്ന ഒരു സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അസുലഭാവസരവും മാതൃഭൂമിയെ യാത്രയ്ക്ക് ലഭിച്ചു. ഠാക്കൂർ കഞ്ച് ലാൽ ദാമോദർജി ഠാക്കൂർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത്. ഗോത്രഭാഷയുടെ അംശങ്ങൾ കടുത്ത സ്വാധീനം ചെലുത്തുന്ന പ്രാദേശിക ഹിന്ദിയാണ് ഇവിടുത്തെ ഭാഷ. ഈ ഭാഷയിലുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സംഗീതവും നൃത്തരൂപങ്ങളും സമ്പന്നമാക്കിയ ഒന്നാണ് ഹിമാചലിന്റെ സംസ്കാരം. വിവിധ പ്രദേശങ്ങളിൽ തദ്ദേശീയങ്ങളായ നൃത്തച്ചുവടുകളും സംഗീത രീതികളുമാണുള്ളത്. എണ്ണിയാൽ തീരാത്തത്ര നാടോടി സംഗീത നൃത്തരൂപങ്ങൾ ഹിമാചലിലുണ്ട്.